ഗുഡ് ഈവനിങ്. ദിസ് ഈസ് 24. നിങ്ങൾക്കറിയുന്നത് പോലെ നമ്മളുടെ ഈ പുതുവത്സര ആഘോഷ പരിപാടികൾ ആരംഭിക്കുകയാണ്. ലോകം മുഴുവൻ 2024 കാലെടുത്ത് കുത്താൻ തയ്യാറെടുക്കുമ്പോൾ നമ്മളുടെ പ്രത്യേക പരിപാടി വെൽക്കം 2024, അതായത് 24 നമ്മുടെ കാൽവയ്പ് നമ്മൾ ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജസ്റ്റ് വെയിറ്റ്. ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾക്ക് അറിയുന്നത് പോലെ 2024 ആഗതമാകാൻ ഏതാണ്ട് ഒരു 5 മണിക്കൂർ സമയമേ ആവശ്യമുള്ളൂ. ലോകമെമ്പാടും പുതുവത്സര ആഘോഷ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഈ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ 24 സ്റ്റുഡിയോ നിങ്ങൾക്കറിയുന്നത് പോലെ 24 is for 24 എന്നുള്ള രീതിയിൽ നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ എനിക്കൊപ്പം എസ് വിജയകുമാറും ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി ചെയ്യുന്നു. വെൽക്കം മൈ ഗൈസ്, വെൽക്കം. ഹൗ ആർ യു ഹാഷ്മി? ജീവനോടുണ്ടല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ അതായത് ഹാഷ്മി താജ് ഇബ്രാഹിം ജീവനോടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനകത്തൊരു സാങ്കത്യം ഉണ്ട് അല്ലേ വിജയകുമാർ? എന്തുകൊണ്ട്? പല കാര്യങ്ങളും. നമ്മൾ മാത്രമല്ല, നമ്മളിന്ന് സംസ്ഥാനത്ത് 2 മന്ത്രിമാരോടും പറഞ്ഞു നമ്മുടെ നിലപാട്. അതായത് നമ്മൾ താങ്ങുമ്പോൾ നമ്മളെ താങ്ങരുത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ അതൊക്കെ ഈ നല്ല അവസരത്തിൽ നമ്മൾ അതൊക്കെ മറക്കുന്നു അല്ലെ? ന്യൂ ഇയർ കഴിഞ്ഞിട്ടായിക്കോട്ടെ. പുതുവത്സരത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമ്മൾ അപ്പൊ പറയും അല്ലേ? അപ്പൊ ഇത് എന്താണ് സാധനം? ഞാൻ വിചാരിച്ചു 2024 എനിക്ക് എന്തോ ഒരു ഗിഫ്റ്റ് തന്ന പോലെ എനിക്ക് തോന്നുന്നു. താങ്ക് യു മിസ്റ്റർ ഹാഷ്മി താജ് ഇബ്രാഹിം. വിജയകുമാർ, 5 മണിക്കൂർ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പുതിയൊരു വർഷം കൂടി പിറക്കാൻ പോവുകയാണ്. നെഞ്ചത്ത് കയറ്റി വെച്ചിരിക്കുന്നത് ഇത് 24. ഈ വർഷം എനിക്ക് തോന്നുന്നു 24ന്റെ വർഷമാണ്. മാത്രമല്ല 24 വേണ്ടി മാത്രമുള്ള വർഷം. 24 വേണ്ടി പിറന്ന 24 സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ആണല്ലേ? മാത്രമല്ല ഹാഷ്മി, നമ്മൾ ഈ 24 എന്നുള്ള 24 എന്നുള്ളത് നമ്മൾ ഈ കോപ്പിറൈറ്റ് ബോർഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഓരോ ആളും 24 ഉപയോഗിക്കാൻ വളരെ സൂക്ഷിക്കുക. ദിസ് ഈസ് കോപ്പിറൈറ്റഡ് അല്ലേ? അതിനുള്ള ഭയങ്കര സാധ്യതയുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മാത്രമല്ല നമ്മൾ ഈ 2024 കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2024 കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ ഐഡിയ? 24 for 24 by 24. അപ്പൊ മൊത്തം കൺഫ്യൂഷൻ ആഫ്റ്റർ കൺഫ്യൂഷൻ. 24 year 24. അപ്പൊ 24 പ്രോജക്ട്സ് ബൈ 24 ചെയ്യുന്നു. അപ്പൊ 24 for 24 by 24. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? വിജയനെ ആകെ പണ്ട മന്ത്രമടിക്കാറുള്ള കാലത്ത് കേട്ടതുപോലെ ഉണ്ടായിരുന്നു. വിജയകുമാർ, നമുക്കൊരു താളമൊക്കെ ഒന്ന് മുറുക്കേണ്ടി വരും. ശരി. മാത്രമല്ല നിങ്ങൾക്കറിയുന്ന പോലെ കൃത്യം 12 മണിക്ക് നട്ടപ്പാതിലേക്ക് കൃത്യം 12 മണിക്ക് ലോകമെമ്പാടും പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് സൗകര്യമായിട്ട് കുത്തുമ്പോൾ നമ്മുടെ ഒരു ഗ്രാഫിക്കൽ ക്ലോക്ക് നമ്മൾ വർക്ക് ചെയ്യും. അപ്പോൾ 12:30 വരെ നമ്മുടെ ഈ തത്സമയ പരിപാടി നിരന്തരം കണ്ടുകൊണ്ടിരിക്കാൻ എല്ലാ പ്രേക്ഷകരും നമ്മൾ ക്ഷണിക്കുന്നു. നമുക്കൊപ്പം ഒരാൾ കൂടി ചേരുന്നുണ്ട്. അയാൾ ആരാണ് പാർട്ടി എന്ന് നിങ്ങൾ ചോദിക്കരുത്. അയാൾ ഇവിടെ തന്നെയുണ്ട്. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് KR ഗോപികൃഷ്ണൻ കൂടി ചേരുന്നു. ഗോപികൃഷ്ണൻ, ഹാപ്പി ന്യൂ ഇയർ. ഗോപി, ജീവിതം എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ജീവിതം സന്തോഷകരമായി പോകുന്നു. പുതുവർഷത്തിലേക്ക് ഗോപി, ഓക്കെ, എല്ലാം ഓക്കെ അല്ലേ? അവിടെ എല്ലാം ഓക്കെയാണ്, പെർഫെക്റ്റ്ലി ഓക്കെ. അപ്പൊ നമ്മുടെ ഗോപി 2024 പോകാൻ 4.25 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ അങ്ങയുടെ മനസ്സിൽ തുടിച്ചു വരുന്നത് എന്താണ്? വിജയൻ പറഞ്ഞതുപോലെ 24ന്റെ നമ്മുടെ ചാനലിന്റെ 24ന്റെ ഒരു വർഷം കൂടിയാണ് 2024. പിന്നെ ഇപ്പോൾ SKN പറഞ്ഞതുപോലെ തന്നെ 24 പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്, അത് നടപ്പാക്കാൻ പോകുന്നു. സോ 24 for 24 by 24, അത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ മുഴുവൻ. ഗോപി, നമ്മുടെ അവിടെ ഇരിക്കുന്ന സഹൃദയരോടൊക്കെ ഒന്ന് ചോദിച്ചോളൂ. കാര്യം അവർക്കും ഒരു ആവേശം ഉണ്ടല്ലോ. 5 മണിക്കൂറോളം, ഏതാണ്ട് 5 മണിക്കൂറിനടുത്ത് നമ്മൾ എത്തുമ്പോൾ 2024 പുതിയ വത്സരം എന്ന് പറയുമ്പോൾ, പുതിയ വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. പ്രതീക്ഷകൾ പൂവണിയണമല്ലോ. അപ്പോൾ അവരെല്ലാം പൂവണിയാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണോ അവിടെ? അതെ, എല്ലാവരും തയ്യാറായിട്ട് നിൽക്കുകയാണ് പുതുവർഷത്തെ വരവേൽക്കാൻ. ഇപ്പോൾ ലോകം മുഴുവൻ ആഘോഷത്തിലേക്ക് കടന്നു കഴിഞ്ഞു. നമ്മളെ ഈ ന്യൂസ് ടീമൊക്കെ തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി 2024 നോക്കിക്കാണുന്നു. നമുക്കറിയാം, ഈ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട സന്തോഷകരമായ പ്രതീക്ഷാ നിർഭരമായ നിമിഷങ്ങളാണ്. ഒരു വർഷം കടന്നു പോകുന്നു. പുതിയൊരു വർഷത്തെ വരവേൽക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും കാത്തു നിൽക്കുന്നു. എല്ലാവരും സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു SKN
എസ്കെൻ എല്ലാവർക്കും അവരുടെ ഈ നമ്മുടെ വ്യക്തിപരമായ ചില പ്രതിജ്ഞകൾ, ചില തീരുമാനങ്ങൾ ഉണ്ടായിരിക്കും ഓരോ വർഷത്തിലും അവർക്ക് നടപ്പാക്കേണ്ടത്. 24-നെ സംബന്ധിച്ചുള്ള തീരുമാനം എന്താണെന്ന് താങ്കൾ നേരത്തെ പ്രേക്ഷകരോട് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ന്യൂസ് ടീം മുഴുവൻ ഇപ്പോൾ സജ്ജമായി നിൽക്കുന്നു. ലോകത്തെമ്പാടുമുള്ള ആഘോഷങ്ങളുടെ വർണ്ണ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ, അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ക്യാമറ ഒന്ന് പാൻ ചെയ്ത് കാണിച്ചാൽ വളരെ നന്നായി. ക്യാമറ എല്ലാവരും കാണിക്കാം. അവരുടെ സന്തോഷമൊക്കെ നാട്ടുകാരൊന്ന് കാണട്ടെ. നമ്മുടെ എല്ലാവരും തിരക്കിട്ടിട്ട് വാർത്ത കൊടുക്കാനുള്ള വാർത്ത കൊടുക്കുന്ന തിരക്കിലാണ്. എല്ലാവരും നമുക്ക് കാണാം. നമ്മുടെ എല്ലാവരും ഓടി നടന്ന് വാർത്തകൾക്ക് മേൽനോട്ടം കൊടുക്കുന്നു. പണിയെടുക്കുന്ന അഭിനയിക്കുക. എനിക്ക് തോന്നുന്നു ഹാർഡ് വർക്ക് ചെയ്യുന്ന മുഖത്തെ അല്ല, റീജിത്തിന്റെ കയ്യിൽ ഇപ്പൊ മൈക്കില്ല. റീജിത്ത് വാർത്ത കൊടുക്കാൻ അഭിനയിക്കല്ല, വാർത്ത കൊടുത്തോണ്ടിരിക്കുക. കാശ്മീർ അപ്പൊ അല്ല ഗോപി, കാശ്മീർ പറയായിരുന്നു കേട്ടോ, അതായത് കണ്ടാത്തൊന്നും 24 മണിക്കൂർ അങ്ങ് പണിയാണെന്ന്. റീജിത്തിനെ കേൾക്കുന്നില്ല. 24 hours പണിയാണെന്ന് തോന്നും റീജിത്തിനെ കണ്ടാൽ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. നമുക്ക് അങ്ങോട്ട് വരാം. അപ്പോ ഹാഷ്മി കോവളത്ത് പോയിട്ടുണ്ടോ? ആരോടൊപ്പം? ഞാൻ കഴിഞ്ഞ വർഷം ന്യൂ ഇയർ ചെയ്യാൻ വേണ്ടി കോവളത്ത്. ഞാൻ കോവളത്ത് പോയെന്ന് പറഞ്ഞപ്പോഴേ എനിക്കൊരു ചെറിയ സംശയം എന്ന് വെച്ചാൽ അപ്പൊ നമ്മുടെ ഒരാൾ അവിടെ ഉണ്ട്. ഹാഷ്മി താജ് ഇബ്രാഹിം അവിടെ ഉണ്ട്. നമുക്ക് കോവളത്ത് എന്താണ് അല്ലമീനാണ്. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾക്കറിയുന്ന പോലെ ലോകത്തിലെ ഏറ്റവും അറിയപ്പെട്ട ബീച്ചുകളിലൊന്ന് കോവളമാണ്. നമുക്ക് ഒരു ഏറ്റവും ഈ പുതുവത്സരം എന്നൊക്കെ പറയുമ്പോൾ ഈ ന്യൂ ഇയർ പാർട്ടിയൊക്കെ, ന്യൂ ഇയർ ബ്ലാസ്റ്റാണ് കോവളത്ത് നടക്കുന്നത്. അപ്പോൾ അവിടുന്ന് അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കോവളത്ത് എന്താ നടക്കുന്നത്? ഓവർ ടു കോവളം. കോവളം വരട്ടെ. പറയൂ അല്ലമീൻ, കോവളത്ത് വലിയ ജനങ്ങളുടെ ഒരു ആരവമുണ്ടല്ലോ, ഒരുപാട് ആളുകൾ അവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്? കഴിഞ്ഞ വർഷത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ അല്ലമീൻ കഴിഞ്ഞ തവണ അവിടെ പോയിരുന്നതാണ് എൻ്റെ ഓർമ്മ. ഇത്തവണ എങ്ങനെയുണ്ട്? ആദ്യം അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. കോവളം ഒരു വൈബിലേക്ക് ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. വിദേശികൾ ഉൾപ്പെടെ സ്വദേശികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് കോവളത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ കാണാം, അവിടെ താളമേളങ്ങളുടെ അകമ്പടിയോടെ ആടിത്തിമിർക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കോവളത്തിന്റെ തീരത്ത് കാണാനാകുന്നത്. കോവളത്ത് ഒരു ഭാഗത്ത് കടൽത്തിരമാലകൾ ആഞ്ഞടിക്കുകയാണെങ്കിൽ തൊട്ടുപുറത്ത് ആവേശം അലതല്ലുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. ചെണ്ടമേളവും വാദ്യമേളവും ഒക്കെയായിട്ട് വലിയൊരു വൈബിലേക്ക്. കുറച്ചുകൂടി കഴിഞ്ഞാൽ കോവളത്തിന്റെ കാഴ്ച ഇതായിരിക്കില്ല, ഇതിനേക്കാൾ വലിയ രീതിയിലേക്കാണ് കോവളം മാറാൻ പോകുന്നത്. സാധാരണ തലസ്ഥാനത്തെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഘോഷ കേന്ദ്രം അത് കോവളമാണ്. ഇപ്പോൾ 7 മണി കഴിഞ്ഞതേ ഉള്ളൂ. കുറേശ്ശെ ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അല്പം കൂടി ഒരു 1-2 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ കോവളത്ത് കാലുകുത്താൻ ഇടമില്ലാത്ത വിധത്തിലായിരിക്കും ആഘോഷ രാവ് എന്ന കാര്യത്തിൽ സംശയമില്ല. സാധാരണ എല്ലാവരും കോവളത്തേക്ക് ഈ വിധത്തിൽ വരാറുണ്ട്. സ്വകാര്യ റിസോർട്ടുകൾ ഉൾപ്പെടെ ഈ വിധത്തിൽ ആഘോഷ പരിപാടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ദമ്പതികൾ ഉൾപ്പെടെ, സുഹൃത്തുക്കൾ ഉൾപ്പെടെ, കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിക്കൊണ്ടുള്ള ഒരു ആഘോഷ പരിപാടിയാണ് സാധാരണ നമുക്ക് കാണാറുള്ളത്. നമുക്കിപ്പോൾ കാണാം, ആടിത്തിമിർത്ത് ഈ താളമേളങ്ങളുടെ അകമ്പടിയോടുകൂടി എല്ലാവരും ആടിത്തിമിർക്കുന്ന ഒരു കാഴ്ച, അതിമനോഹരമായിട്ടുള്ള കാഴ്ച. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ആടിത്തിമിർക്കുന്ന ഒരു കാഴ്ച. ഹാപ്പി ന്യൂ ഇയർ. എവിടുന്നാ വരുന്നേ? അതിന് മലയാളമല്ല, മലയാളത്തിൽ ചോദിക്കാതെ. അങ്ങനെ കുട്ടികളും പ്രായഭേദമന്യേ എല്ലാവരും അങ്ങനെ ഒരു വൈബിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 50ഓളം കേന്ദ്രങ്ങൾ ഇങ്ങനെ ആഘോഷത്തിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലായി ഈ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ചും ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചും മാളുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള ആഘോഷ പരിപാടികളാണ്. യൂണിഫോം ഒക്കെ ഇട്ട് മലയാളികളായിട്ടുള്ള ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. മലയാളിയാണോ? അത് മലപ്പുറത്തുനിന്ന് ഇവിടെ വന്നാണോ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി വന്നോ? എന്താ നിങ്ങളൊരു 2024 വരവേൽക്കുമ്പോഴുള്ള പ്രതിജ്ഞയോ പുതിയ തീരുമാനങ്ങളൊക്കെ? വളരെ എക്സൈറ്റ്മെന്റിലാണ്. നേരത്തെ കോവളത്ത് വന്നിട്ടുണ്ടോ ന്യൂ ഇയർ ആഘോഷിക്കാൻ? വന്നില്ല. ഫസ്റ്റ് ടൈം വന്നില്ല. ഇവിടെ വന്നു, അറിയില്ല, ഫസ്റ്റ് ടൈമാണ്. മലപ്പുറത്ത് നിന്ന് കോവളത്ത് ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്ന ടീംസിനാണ് കണ്ടത്. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ഇവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഹാപ്പി ന്യൂ ഇയർ. അന്തം വിട്ട് നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. അങ്ങനെ പലതരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് എസ് കെ ഇവിടെ കാണാം. കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ തീരമൊക്കെ ആളുകളെ കൊണ്ട് നിറയുകയും ചെയ്യും. ചേട്ടാ, ആഘോഷത്തിലവരാണോ? സൂപ്പറാണ്. ഹാപ്പി ന്യൂ ഇയർ.
എവിടുന്നാ? ട്രിവാൻഡ്രം. എത്തിയിരിക്കാം. ഈ വിധത്തിൽ നമുക്ക് കാണാം വിദേശികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. വിദേശികൾ ഉൾപ്പെടെയുള്ളവർ പലരും റിസോർട്ടുകൾ കേന്ദ്രീകരിച്ചും മറ്റ് ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുമൊക്കെയാണ് ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി കഴിയുമ്പോൾ അവരും ഈ തീരം കൈയടക്കിക്കൊണ്ട് പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. വലിയൊരു ആഘോഷ നിറവിലേക്ക് തലസ്ഥാന നഗരവും ഉൾപ്പെടെ കടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പറയുമ്പോഴും വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസ് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ആളുകളുടെ വലിയ തള്ളിക്കയറ്റം അല്പം കൂടി കഴിയുമ്പോൾ പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങളും ക്രമീകരണങ്ങളും ഒക്കെയാണ് തലസ്ഥാനത്തെമ്പാടും ഒരുക്കിയിട്ടുള്ളത്. സാധാരണ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം കോവളം തന്നെയാണ് അവരുടെ ആഘോഷ കേന്ദ്രം എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ തീരം കേന്ദ്രീകരിച്ച് ലൈറ്റ് ഹൗസ് കേന്ദ്രീകരിച്ചുള്ള ആഘോഷ പരിപാടികൾ ഇപ്പോൾ തന്നെ പലയിടത്തും പാട്ടും ബഹളവും അതുപോലെ തന്നെ ഡാൻസും ഒക്കെ ആയിട്ട് ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു വെറൈറ്റി കാഴ്ച നമ്മൾ ഈ ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം എന്ന് പറയുന്നത് പോലെ ഈ ആഘോഷത്തിനിടയിൽ കുറച്ച് മീൻ കച്ചവടം കൂടി കോവളത്ത് നടക്കുന്നുണ്ട്. നല്ല ഫ്രഷ് മീനൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് മീൻ വാങ്ങി പോയി കഴിഞ്ഞാൽ നാളെ ന്യൂ ഇയറിന് നല്ല പച്ച പടയ്ക്കുന്ന മീനൊക്കെ കഴിച്ച് നാളെ ന്യൂ ഇയർ ആഘോഷിക്കാം എന്നുള്ളതാണ് കാണുന്നത്. ചേട്ടാ, ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം? ഓണത്തിന്റെ ഇടയിൽ പുട്ടുകച്ചവടം ആയിക്കോട്ടെ. ആളുകൾ വാങ്ങുന്നുണ്ടോ? കച്ചവടം കുഴപ്പമില്ല. ഒരുപാട് പേര് വരുന്നുണ്ടോ? നോർത്ത് ഇന്ത്യൻസ് വരുന്നുണ്ട്, ഇന്ത്യൻസ് വരുന്നുണ്ട്, ഫോറിനേഴ്സ് ഉണ്ടോ, നല്ല ഇഷ്ടംപോലെ ഗ്രൂപ്പുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ 2023 മീൻ വാങ്ങി 2024 കഴിക്കും. ഇത് 2024 കൂടി കണക്കാക്കി വാങ്ങിയതാ നാളെ. മീൻ ഞങ്ങള് മറ്റുള്ള അങ്ങനെയുള്ള കൗതുക കാഴ്ചകൾ കൂടി നമുക്ക് കാണുകയും ചെയ്യാം. അങ്ങനെ തലസ്ഥാനം ഏതാണ്ട് ആഘോഷം. ഓക്കെ അല്ലമീൻ, ഞങ്ങൾ അല്ലമീനിലേക്ക് ഇനി വരാം. അല്ലമീൻ ഒന്ന് റെഡിയായി നിന്നോളൂ കേട്ടോ. ഓക്കെ, 2023 മീൻ മേടിച്ച് 2023 മീൻ വാങ്ങിച്ച് 24 വെച്ച് കഴിക്കാം. എന്തൊരു മനുഷ്യനാ അല്ലേ ഹാഷ്മി? അപ്പൊ ഈ 2024 ഓരോ വർഷം ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ ഇതുപോലെ പുതുവത്സരമൊക്കെ ആഘോഷിക്കുമോ? ഇപ്പൊ ഹാഷ്മിയുടെ മനസ്സിൽ എന്താണ് ഒരു പുതിയ വർഷത്തിൽ കടക്കുമ്പോഴേ? ഈ പോയ വർഷം സംഭവപൂർണ്ണ വർഷമായിരുന്നു. ഒരുപാട് നഷ്ടങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടായി. ഒരുപാട് നേട്ടങ്ങളുണ്ടായി, ഒരുപാട് സന്തോഷങ്ങൾ വ്യക്തിപരമായി അല്ലാതെയൊക്കെ ഉണ്ടായി. അപ്പൊ അതിന്റെ തുടർച്ച അടുത്ത വർഷം ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇതുകൊണ്ട് തീരത്തില്ല. ഈ വിജയ്, എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അറിയോ? നമ്മൾ ഈ 24 എന്ന് പറയുന്ന പറയാൻ മടിയുള്ള ആളുകൾക്ക് ഈ വർഷം മുഴുവൻ ഇത് പറഞ്ഞു എനിക്ക് ചിരി സഹിക്കാൻ വയ്യ. ഇപ്പൊ ഇനി അവര് 23+1 ഇയർ ആയി എന്ന് പറയാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് രാവിലെ ഒരു 4 തവണയെങ്കിലും 24 എന്ന് പറയേണ്ടി വരും. മാത്രമല്ല കോപ്പിറൈറ്റ് ആണ് 24. നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നു അല്ലേ, കോപ്പിറൈറ്റഡ് ആണ് 24. അതുകൊണ്ട് എന്നുവെച്ചാൽ പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ നമ്മളെല്ലാം ഒന്നിച്ചൊരു കുടുംബമാണല്ലോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. 24 വേണ്ടി പിറന്ന വർഷമാണ് ശരിക്കും 24. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പുതുവത്സരാഘോഷ പരിപാടികൾ നമ്മൾ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫ്ലവേഴ്സിൽ 10 മണിയാകുമ്പോൾ DB നൈറ്റും അടിച്ചു പൊളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ നെറ്റ്വർക്കിൽ നിന്ന് തകൃതിയാണ്. ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ 10,000 അവിടെ എത്തിക്കഴിഞ്ഞു കേട്ടോ. ഫോർട്ട് കൊച്ചിയിൽ അവിടെ അശ്വിൻ പാലാഴിയുണ്ട്. അതുപോലെ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ എബിൻ ജോസ് ഉണ്ട്. ശംഖുമുഖം ബീച്ച് തിരുവനന്തപുരത്ത് അവിടെ VA ഗിരീഷ് തയ്യാറായ ആൾക്കൂട്ടത്തിൽ നിൽക്കുകയാണ്. അപ്പം നിങ്ങൾ റിപ്പോർട്ടേഴ്സ് എല്ലാം റെഡിയാണ് കേട്ടോ. അതുപോലെ തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ സലീം മാലിക്കുണ്ട്. അതുപോലെ കോഴിക്കോട് ബീച്ചിൽ മിഥില ബാലനുണ്ട്. എല്ലാവരും എന്തിനാ ബീച്ചിൽ പോയിരിക്കുന്നത് നിങ്ങൾ ചോദിച്ചോളരുത്. അതതിൻ്റെ ഒരു പുതുവത്സരം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അല്ലേ ആഘോഷിക്കേണ്ടത്. അതുപോലെ കാസർഗോഡ് ബേക്കൽ ഫോർട്ടിൽ അരുൺ പൂപ്പറമ്പ ചേരും. അതുപോലെ പയ്യാമ്പലത്ത് കണ്ണൂരിൽ സജോ ദേവസിയുണ്ട്. അതുപോലെ ചെറായി ബീച്ചിൽ നമ്മുടെ കൊച്ചിയിൽ സുഗായിൽ മുഹമ്മദ് ഉണ്ട്. അതുപോലെ കൊണാട്ട് പ്ലേസിൽ ഡൽഹിയിൽ ബൽറാം നെടുങ്ങാടിയുണ്ട്. അപ്പോൾ മിക്ക ആളുകളും നമുക്കൊപ്പം ചേരും. ഫോർട്ട് കൊച്ചിയിൽ 10,000 ഒഴുകി വരികയാണ്. അവിടെ എന്താ വിജയകുമാർ വളരെ പ്രത്യേകത? ഫോർട്ട് കൊച്ചി റിപ്പോർട്ട് ഈ RTOയുടെ തീരുമാനം എന്തായി? തർക്കം കത്തിക്കും കത്തിക്കില്ല എന്നുണ്ട്. എന്തായാലും അക്കാര്യത്തിൽ ചെറിയ ഒരു തർക്കമുണ്ട്. പക്ഷേ ഒരു പ്രതീകം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷത്തെ മുഴുവൻ പ്രശ്നങ്ങളും അവിടെ കത്തിത്തീരും. അടുത്ത വർഷം നമ്മൾ ഫ്രഷ് ആയി പുതിയ പ്രശ്നങ്ങളിലേക്ക് കയറാം. അപ്പോ നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി നമുക്കൊപ്പം ചേർന്നു. അശ്വിൻ, ഹാപ്പി ന്യൂ ഇയർ. അശ്വിൻ, അവിടെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? 10,000 അവരുടെ ആരവം നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. മറ്റെന്താണ്? പാലാഴി 50,000-ഓളം ആളുകളാണ് നിലവിൽ ഇപ്പോൾ ഈ ഫോർട്ട് കൊച്ചിയിലെ പരേഡ് ഗ്രൗണ്ട് മൈതാനത്തേക്ക് എത്തിയിരിക്കുന്നത്. അതിനോടായി 50,000-ലധികം പേര് കയറിയതോടുകൂടി ഈ പരേഡ് ഗ്രൗണ്ടിലേക്കുള്ള വഴികളെല്ലാം തന്നെ
പോലീസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ആരെയും ഇതിനകത്തേക്ക് കയറാൻ അനുവദിക്കില്ല. ഇവിടെ ഉള്ളവർക്ക് പുറത്തേക്ക് പോകാം എന്നുള്ളതല്ലാതെ ഇവിടെ മറ്റൊരു മാറ്റവും ഇനി ഉണ്ടാകാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ വർഷമുണ്ടായ അപകടങ്ങൾ അല്ലെങ്കിൽ അപകടത്തിന്റെ വക്കിലെത്തിയ സാഹചര്യം ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് 50,000 പേർക്ക് മാത്രമാണ് ഇത്തവണ പരേഡ് ഗ്രൗണ്ടിൽ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് സാക്ഷിയാവാൻ അനുമതി നൽകിയിരിക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് 12 മണിയാകുമ്പോൾ ഫോർട്ട് കൊച്ചി കാർണിവലിന്റെ ഭാഗമായി കത്തി എറിയാൻ പോകുന്ന പാപ്പാഞ്ചി. ഈ പാപ്പാഞ്ചിയെ കാണാനാണ് പരേഡ് ഗ്രൗണ്ടിലേക്ക് ആളുകൾ എത്തുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞ ഒരു കാര്യം, ഈ പാപ്പാഞ്ചിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ വിവാദങ്ങളിൽ പെട്ടത് പ്രധാനമായി ഈ പാപ്പാഞ്ചി അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പരേഡ് ഗ്രൗണ്ടിലുള്ള പാപ്പാഞ്ചിയാണ്. കാർണിവലിന്റെ ഭാഗമായി വർഷാവർഷങ്ങളെ ഏകദേശം 40 വർഷമായി കത്തിച്ചു വരുന്ന പാപ്പാഞ്ചി പരേഡ് ഗ്രൗണ്ടിലാണ് കത്തിക്കുന്നത്. ഇത് 1984 ആരംഭിച്ചതാണ്. ഇപ്പോൾ 40 വർഷമാകുന്നു, 2024 ആകുമ്പോൾ. ഇത് കൂടാതെ ഇത്തവണ വെളി ഗ്രൗണ്ടിൽ ഒരു പാപ്പാഞ്ചിയെ കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. ആ പാപ്പാഞ്ചിയെ കത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇത്തവണ പോലീസ് പറഞ്ഞിരിക്കുന്ന കാര്യം. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മറുസൈഡിൽ നടക്കുന്നുണ്ട്. എന്തായാലും സംഘാടകർ കത്തിക്കുമെന്ന് പറയുന്നു, പോലീസ് കത്തിക്കില്ല എന്ന് പറയുന്നു. കാർണിവലുമായി ബന്ധപ്പെട്ട ആളുകൾ ഇപ്പോൾ ബോബൻ സേവ്യർ കാർണിവലിന്റെ കൺവീനറാണ്, അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു. എത്രത്തോളം ആളുകൾ ഇപ്പോൾ കൊച്ചി പരേഡ് ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്? ക്രമീകരണങ്ങളെല്ലാം ശക്തമാണ്. ഇപ്പോൾ നിലവിൽ പരേഡ് ഗ്രൗണ്ടിൽ ഒരു 40,000-ഓളം ആളുകൾ കയറിയിട്ടുണ്ട്. ഇതിന്റെ 2 ഇരട്ടി ആളുകൾ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പോലീസിന്റെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ മൂലം അവർക്ക് കയറാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ. ഉള്ളിലേക്ക് കയറാനുള്ള അവസരം ഉണ്ടാവും. കുറച്ച് ആളുകൾ ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന അവസ്ഥ കാണുന്നുണ്ട്. ആളുകൾ കുറയുന്ന മുറയ്ക്ക് പോലീസുകാർ അടുത്ത ആളുകളെ കയറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും പോലീസുകാരുടെ ഒരു നിയന്ത്രണം കർശനമായി പാലിക്കുന്നതുകൊണ്ട് കൂടുതൽ അത്യാഹിതമൊന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. കഴിഞ്ഞ വർഷം ഒരുപാട് അപകട സാഹചര്യം ഉണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇത്തവണ ആളുകൾ കുറവുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ കോവിഡിന്റെ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഉണ്ടായ പരിപാടി ആയതുകൊണ്ട് നമുക്കൊരു 3 ലക്ഷത്തോളം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അത്ര ആളുകൾ ഇപ്പോൾ എത്തിയിട്ടില്ലെന്ന് വേണം നമുക്ക് പറയാൻ. ഇനിയും നമുക്ക് സമയമുണ്ടല്ലോ. 12 മണിക്കുള്ളിൽ എത്ര ആളുകൾ വരുമെന്നും നമുക്ക് ആളുകൾ കൂടുതൽ വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാര്യം റോഡുകളിലെല്ലാം ആളുകൾ ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വാഹനമെല്ലാം പുറത്ത് നിരോധിച്ചിരിക്കുന്നതുകൊണ്ട് 2024 വിജയകുമാർ ഹാഷ്മി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ പോകുന്ന ലോകത്തിലെ ആദ്യത്തെ ടെലിവിഷൻ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം നടത്താൻ പോകുന്നു. അതെ, ചരിത്രത്തിൽ ആദ്യമാണ്. ഒരു TV ചാനലും ഇതിന് ധൈര്യപ്പെട്ടിട്ടുമില്ല, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുമില്ല. ഒരുപക്ഷെ ഇനി എല്ലാ കൊല്ലം ഓരോ ചാനലും സംസ്ഥാന സമ്മേളനം നടത്തി സാഹിത്യമടയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നാളെ അതിന്റെ വിശദാംശങ്ങളൊക്കെ പ്രഖ്യാപിക്കും. പുതുവത്സര ദിനത്തിൽ മോർണിംഗ് ഷോയിലായിരിക്കും അതൊക്കെ പ്രഖ്യാപിക്കുക. അതും ഒരു സംഭവമാക്കും നമ്മൾ. കാരണം പ്രേക്ഷകരെ നേരിട്ട് കാണുന്നു, പ്രേക്ഷകരുമായിട്ട് നമ്മൾ സംവദിക്കുന്നു, നമ്മളത് 24 തത്സമയം സംപ്രേഷണം ചെയ്യുന്നു, നമ്മുടെ അവതാരകരെ അവർ കീറിമുറിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ അവതാരകരെ കീറിമുറിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് തെറിയൊഴിച്ച് ബാക്കിയെല്ലാം പറയാൻ പറഞ്ഞേക്കുന്നത്. എന്താവും വിജയന്റെ അവസ്ഥ ഞാൻ ആലോചിക്കുന്നു. ഓക്കെ, സത്യത്തിലെ എല്ലാ ദിവസവും പ്രേക്ഷകരും നമ്മളും തമ്മിലുള്ള നടക്കുന്നുണ്ട്. അവരുടെ കമന്റ് ആണെങ്കിലും റിയാക്ട് ചെയ്യുന്നുണ്ട്, അതിങ്ങനെ നടക്കുന്നുണ്ട്. അത് ഓപ്പൺ ആയി വരുന്നു. നേരത്തെ വിജയകുമാർ കേട്ടോ, ഈ ടീഷർട്ട് ഒക്കെ ഇട്ട് വന്നപ്പോണ്ടല്ലോ വിജയകുമാറിന്റെ ലുക്ക് മാറി, ലുക്ക് ആൻഡ് ഫീൽ ഒക്കെ മാറി. ഒരു ചെറുപ്പം പയ്യൻ ലുക്കായി. ഇനിയിപ്പോ എനിക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ അല്ലേ ആഷ്മി, എന്നാ ലുക്ക് അല്ലേ? പ്രേക്ഷകർ പറഞ്ഞത് നിങ്ങൾക്ക് നട്ടപ്രാന്ത പറയുന്നുണ്ട്. ആ പ്രേക്ഷകരെ നമ്മൾ അംഗീകരിക്കണം. കാര്യം നമ്മുടെ അസുഖം കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. അപ്പൊ നമുക്കിനി തിരുവനന്തപുരത്ത് കനകുന്നില് സലീം മാലിക് ഉണ്ട്. അപ്പോ ഹാപ്പി ന്യൂ ഇയർ സലീം മാലിക്. കനകുന്നിലെ സാധാരണ നമ്മുടെ കോവളം ബീച്ചിൽ വരുന്ന ഓഡിയൻസ് പോലെ എന്താണ് DJ പാർട്ടിക്ക് വരുന്ന ഓഡിയൻസ് അല്ല, അവൾ കൊമ്പൊക്കെ വെച്ച് നിൽക്കുക. എന്തായി കനകുന്നിൽ എന്തായി ന്യൂ ഇയർ സലീം? എനിക്കൊന്ന് പുറകെ ആരാണ്ടിട്ട് ചൊറിയുന്നുള്ളതൊന്നും പുള്ളി വെറുതെ ചിരിക്കുന്നുണ്ട്. സൂപ്പറാണ്. ഒന്ന് ക്യാമറാമാൻ ഒന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചാൽ രസം ഉണ്ടായിരിക്കും. മാത്രല്ല ഇത് തന്നെ പുള്ളിക്ക് വേണം, സ്ഥിരമാക്കാൻ പറ്റുമെന്ന്. ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോഴെല്ലാം ഈ സാധനം സ്ഥിരമായിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. എനിക്കൊന്ന് കുറച്ച് LED ബൾബും കൂടെ അതിനകത്ത് ഫിറ്റ് ചെയ്താൽ കുറച്ചുകൂടെ രസമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, പറയൂ സലീം മാലിക്. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, മൂസുതിയല്ല. എല്ലാ കാലത്തും ട്രോളന്മാർക്കുള്ള ഒരു സാധനമായി 24 അവസ്ഥ ഇതാന്നു. ഓക്കെ, പറയൂ. ഹാഷ്മി, നമ്മുടെ കമന്റ് ബോക്സിലെ ആ പ്രേക്ഷകൻ പറഞ്ഞതുപോലെ നമുക്ക് നട്ടപ്രാന്താണ് എന്നുള്ളതാണ് കാര്യം. നമ്മൾ ആഘോഷത്തിനൊക്കെ നമ്മൾ എന്ത് കോലവും കെട്ടും എന്നുള്ളത് തന്നെയാണ്
എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കനകക്കുന്നിലാണ്. സാധാരണഗതിയിൽ ഈ ന്യൂ ഇയർ ആഘോഷം, അതിന്റെ ഒരു ഒഴുക്ക്, അതൊക്കെ സാധാരണഗതിയിൽ കോവളത്തും വർക്കലയിലും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് കൊച്ചിക്കാർക്കൊരു വലിയ കുത്തകയായി വെച്ചിരുന്നതാണ്. അതിനൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലെന്ന് തിരുവനന്തപുരം പ്രഖ്യാപിക്കുകയാണ്. കാരണം കനകക്കുന്ന് കഴിഞ്ഞ ഏറെക്കാലമായി വലിയ തരത്തിലൊരു ആഘോഷങ്ങളുടെ ഏരിയയായി മാറുകയാണ്. ഇപ്പോൾ നമുക്കിവിടെയൊക്കെ തന്നെ കാണാൻ കഴിയും. നമ്മുടെ ഈ ക്യാമറമാൻ അതൊക്കെ ആ ദൃശ്യങ്ങൾ പാൻ ചെയ്ത് കാണിച്ചാൽ തന്നെ നിറങ്ങൾ കൊണ്ട്, ലൈറ്റുകൾ കൊണ്ട് സമ്പന്നമായ ഒരു മേഖലയായി മാറിയിട്ടുണ്ട്. ഇവിടെ ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. ഇനി 12 മണിയാകാനൊക്കെ ഇനിയൊക്കെ മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോൾ തന്നെ ഇവിടെയുള്ള ആകെയുള്ള ജനങ്ങളുടെ എണ്ണം എടുത്താൽ അത് 5000-ന് മുകളിൽ എന്തായാലും ഉണ്ടാകും. നഗരമൊക്കെ ആകെ ബ്ലോക്കായി. പോലീസുകാരൊക്കെ ഈ തിരക്ക് നിയന്ത്രിക്കാൻ വളരെ പാടുപെട്ട് ആ നിലയിലാണ് ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആ നിലയിൽ തന്നെ തിരക്കിങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു. ദൃശ്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ സാധാരണഗതിയിൽ ഏത് വിദേശ രാജ്യത്തെ നഗരത്തെയും വെല്ലുന്ന നിലയിലാണ് നമ്മുടെ റോഡുകളിലൂടെയൊക്കെ പോകുമ്പോൾ അത് കാണുന്ന. അത്രയും ഗംഭീരമായി ഇവിടെ തിരുവനന്തപുരം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് ന്യൂ ഇയർക്ക്? എന്താ പരിപാടി? ഇവിടെ അടിപൊളി പരിപാടിയാണ്. നമ്മളിനിയിപ്പോൾ മാനുവേത്ത് പ്രോഗ്രാം ഉണ്ട്. ഇവിടെ ഇപ്പോൾ നടക്കുന്ന ട്രിവാൻഡ്രത്ത് വളരെ ഏറ്റവും അതിമനോഹരമായ പ്രോഗ്രാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ തന്നെ ആ നിലയിലാണ് സാധാരണ. എങ്ങനെയുണ്ട് ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിക്കാണോ? ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിക്കാണോ? എങ്ങനെയുണ്ട് തിരുവനന്തപുരം മൊത്തത്തിൽ? കളറാണ് SKN. അങ്ങനെ ഇവിടെയൊക്കെ ഈ കൂടിയിരിക്കുന്ന ആളുകളും ബഹളങ്ങളും ഒക്കെ എങ്ങനെ? ന്യൂ ഇയർ അടിപൊളിയാണോ? പിന്നെ എങ്ങനെയുണ്ട് ഈ കളറും ലൈറ്റിംഗ്? നന്നായിട്ടുണ്ട്. SKN. അങ്ങനെ ഇവിടെയൊക്കെ നമുക്ക് ഈ റോഡിന് പുറത്തേക്ക് ഇങ്ങനെ വന്നാൽ, ഇതിപ്പോ കനകക്കുന്നിന് പുറത്താണ് നിൽക്കുന്നത്. ഇതിന് അകത്ത് അത് നമുക്ക് പിന്നീട് കാണിക്കാൻ കഴിയും. അത്രയും വിശാലമായ ഗംഭീരമായ ഒരുക്കങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ റോഡിലാണ് ഈ തിരക്ക് നമ്മൾ കാണുന്നത്. ഇതിന്റെ കനകക്കുന്നിനകത്തേക്ക് കയറിയിട്ടില്ല. അതിനുള്ളിൽ തന്നെ ആളുകൾ ഇങ്ങനെ പോവുകയാണ്, ഒഴുകിയെത്തുകയാണ്. മോളെ അടിപൊളിയാണോ? ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ പറയില്ലേ? പണക്കമാണോ? ഓക്കെ. ആദ്യം തലയിലിരിക്കുന്ന സാധനം എടുത്തു അല്ലേ പിള്ളേരെ പേടിപ്പിക്കാതെ. തലയിലിരിക്കുന്ന സാധനം എടുത്ത് ആദ്യം മാറി പിള്ളേരെ പേടിപ്പിക്കാതെ. കൊച്ചു കുട്ടികളോട് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ് കുട്ടി കരയാൻ തുടങ്ങി. കുട്ടികളെ കരപ്പിക്കരുത് കേട്ടോ. സലീം മാലിക്. ഓക്കെ, നല്ലൊരു പേര് അല്ലേ? ഓക്കെ. അപ്പോൾ സലീം മാലിക് അവിടെ തന്നെ തുടരുക. കനകക്കുന്ന് കൊട്ടാരത്തിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്ന്. തിരുവനന്തപുരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അത്യാവശ്യം ലൈറ്റ് ഇട്ടാൽ പോലും 10,000 ഒഴുകി വരും. ആഘോഷമാണ്. മാത്രമല്ല അവിടെ നല്ല കളറായിട്ടുണ്ട് കാര്യങ്ങൾ അല്ലേ? അപ്പോൾ എനിക്കൊന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ആഷ്മി എത്ര കാലം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു? ഞാൻ 2006 PG പഠിക്കാൻ വേണ്ടി പോയതാണ്. അത് പിന്നെ അവിടെ നിന്ന് പൊങ്ങിയിട്ടില്ല. 2 വർഷം ഡൽഹി പോയതല്ല, ബാക്കി എല്ലാ വർഷവും നഗരത്തിന്റെ ആത്മാവായി അല്ലേ? ഓക്കെ. അപ്പോൾ കനകക്കുന്നൊക്കെ നല്ല പരിചയമുണ്ട്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.